ഒരു പെർഫ്യൂം ബ്രാൻഡ് ആമസോണിൽ ഉണ്ട്, ന്യൂഡിലുണ്ട്, ബാക്കി ഷോപ്പിഫൈയിലുണ്ട്. എല്ലാത്തിലും ആ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ബ്രാൻഡും പ്രൊഡക്റ്റും എല്ലാം അതിനകത്തുണ്ട്. പക്ഷേ അത് ഇതുവരെ ആരും പർച്ചേസ് ചെയ്തിട്ടില്ല, ആരുടെയും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു പെർഫ്യൂം വാങ്ങിക്കുകയാണ്. എങ്ങനെയായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവുക? ഒന്നെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരാൾ പറയും ആ ഒരു പെർഫ്യൂം അടിപൊളിയാണ്, നല്ല ലാസ്റ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ നല്ല സ്മെല്ലാണെന്ന് പറയും. അല്ലെങ്കിൽ നല്ലൊരു ആഡ്സ് പ്രൊമോഷന് കണ്ടിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഇൻഫ്ലുവൻസർമാരെ ഏതെങ്കിലും ഞാൻ ഈ പെർഫ്യൂം ഇത്ര സമയം ഉപയോഗിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പേരോട് കൂടി ചോദിച്ച് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഷോപ്പിൽ പോകുമ്പോൾ സ്ഥിരം യൂസ് ചെയ്യാത്തൊരു പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? നോർമലി 1-2 പ്രാവശ്യം അടിക്കും, ടെസ്റ്റ് ചെയ്യും, സ്മെല്ലൊക്കെ നോക്കിയിട്ടാണ് അത് പർച്ചേസ് ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ ആമസോണിൽ അല്ലെങ്കിൽ ഏത് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓർഡർ വരിക? പുതിയൊരു ബ്രാൻഡാണ്, ആളുകൾക്ക് യാതൊരു പരിചയവുമില്ല, ഒരു പ്രൊമോഷൻസ് ആക്ടിവിറ്റീസും ചെയ്യുന്നില്ല, ലിസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്, ഫോട്ടോഷൂട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സെർച്ചിങ്ങിൽ കയറുക? ഇപ്പം ഒരാൾ ആമസോണിൽ സെർച്ച് ചെയ്യാണ് ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂംസ് ഫോർ മെൻ എന്നുള്ള കീവേഡ് വെച്ച് സെർച്ച് ചെയ്തു. ഇത് ഫസ്റ്റ് പൊസിഷൻ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ സാധ്യത ഉണ്ടോ? നിങ്ങളാണെങ്കിൽ വാങ്ങിക്കുമോ? ഇതുവരെ കേൾക്കാത്ത, ആരും പറയാത്ത ഒരു ബ്രാൻഡ്, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുമോ? പെർഫ്യൂമിൻ്റെ കേസ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആണ് പല ആളുകളും ആമസോണിൽ സെല്ല് ചെയ്യുന്നത്. ശരിക്കും ഇതുവരെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെയുള്ള ആളുകൾ ടെസ്റ്റ് ചെയ്ത് വാങ്ങുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് അവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യും, ഇത് പറ്റുമോ ഇല്ലേ എന്നൊക്കെ നോക്കും. ചെറിയ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നാവും. ചെറിയൊരു എമൗണ്ടിന് ഇൻഫ്ലുവൻസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, താങ്ക് യു.